അന്നൊരു ഞായറാഴ്ചയായിരുന്നു. എൻ്റെ തിരക്കുകളെല്ലാം ഒഴിഞ്ഞ് പുസ്തകം വായിക്കാൻ ശാന്തമായൊരിടം തേടിയാണ് ഞാൻ പാർക്കിൽ പോയത്. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി ആ പെൺകുട്ടിയെ കാണുന്നത്. മോളെ, എന്തു പറ്റി? എന്തിനാ കരയുന്നത്? സോറി സാർ. എന്ത് മണ്ടത്തര കുട്ടി കാണിക്കുന്നത്? എന്താ നിന്റെ പ്രശ്നം? തന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. മോളെ, കരയാതെ കാര്യം പറ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. എന്താ മോക്ക് പറ്റിയത്? എന്താണെങ്കിലും എന്നോട് പറ, നമുക്ക് പരിഹരിക്കാം. എനിക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു. അവൻ എന്നെ ചീറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ. എൻ്റെ മോളെ, ഈ നിസാര കാര്യത്തിനാണോ ഈ സാഹസം കാണിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്? ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളത്. കഷ്ടം തന്നെ നിങ്ങൾ പുതിയ കുട്ടികളുടെ കാര്യം. ദേ, ഈ വെള്ളം കുടി. ധൈര്യമായിട്ട് കുടിക്കേ. വന്നേ.
എന്താ മോളുടെ പേര്? ആമി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2. ഈ പ്രായത്തിൽ പ്രണയവും പ്രണയനഷ്ടവും ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആമയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? മമ്മി, ഡാഡി, പിന്നെ ഒരു അനിയനും. അവർക്ക് ആമ ഇഷ്ടമാണോ? ആമയ്ക്കോ? ആമയെ മണ്ടത്തരം ചെയ്യാൻ നേരത്ത് ഒരു നിമിഷം അവരെക്കുറിച്ച് ചിന്തിച്ചുകൂടായിരുന്നു? ആമയ്ക്ക് സങ്കടമായോ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ആമയെ കണ്ടാലറിയാം. ആമ നല്ല ധൈര്യമുള്ള കുട്ടിയാണ്. ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധി വരുമ്പോൾ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ആമയ്ക്കൊരു കാര്യം അറിയൂ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസം ഏതാണ് അറിയാമോ? സംശയിക്കണ്ട, നമ്മൾ ചിരിക്കാത്ത ദിവസം തന്നെ. ആ കണ്ണുനീര് തുടച്ചിട്ട് ഒന്ന് ചിരിച്ചേ. ഒന്ന് ചിരിക്കടോ. സാറേ, സാറിന്റെ പേരെന്താ? PK ദീപൻ. അപ്പോ സാറാണോ ഈ കഥകളൊക്കെ എഴുതുന്നേ? അതെ. ഷോ, ഞാൻ കാരണം സാറിന്റെ പുസ്തക വായന മുടങ്ങിയല്ലേ? പുസ്തകം വായിക്കാൻ ഇനി ധാരാളം സമയമുണ്ടല്ലോ. ആമയെ പോലെ നല്ലൊരു ഫ്രണ്ടിനെ പരിചയപ്പെടാൻ സാധിച്ചില്ലേ? സാർ എല്ലാ സൺഡേ ഇവിടെ വരാറുണ്ട്? ആ, വല്ലപ്പോഴും ഒക്കെ. ആമയെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടണോ? വേണ്ട സാർ, ഇനി ഞാൻ അങ്ങനൊന്നും ചിന്തിക്കത്തില്ല. ഇപ്പൊ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. ആമി, ആ, ഇത് ഞാൻ എഴുതിയ പുതിയ പുസ്തകമാണ്. ഇതിൻ്റെ ആദ്യ പ്രതി ആമിക്ക് ഇരിക്കട്ടെ. താങ്ക് യു സാർ. സാർ, ഈ സൺഡേ എൻ്റെ ലൈഫിലെ സൂപ്പർ സൺഡേ ആണ്. താങ്ക്സ്. അതേ കുട്ടി, എൻ്റെയും സൂപ്പർ സൺഡേയാണ്. ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയെ മരണത്തിൻ്റെ വക്കിൽ നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ. ആ കുട്ടിയുമായുള്ള സൗഹൃദ നിമിഷം എനിക്കും ഒരു കഥയാണ് സമ്മാനിച്ചത്. ചില നേരങ്ങളിൽ ജീവിതം കഥ പോലെയാണ്.